അപ്പോൾ ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ ഹാർഡ് കോറിൽ ഞാൻ ചത്തീന്. ഫസ്റ്റത്തെ സീരീസ് ഇനി ഹാർഡ് കോർ, ഫസ്റ്റത്തെ സീരീസല്ല, രണ്ടാമത്തെ സീരീസ് ഇനി അതിൽ ഞാൻ ചത്തു. അപ്പോൾ ആ വേൾഡ് നമ്മൾ മാറ്റാണ്ട് പുതിയൊരു വേൾഡ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ വേൾഡിലേക്കാരും ഈ കളി ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വേൾഡിലേക്കാരും നമ്മളത് ഇത് ഞാൻ ഹാർഡ് കോർ അല്ല, ഇത് ഞാൻ ലെറ്റ്സ് പ്ലേ ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പേര് ലെറ്റ്സ് പ്ലേ ആണ്. ഹാർഡ് കോറിലിട്ടത് സാധാ മൈൻക്രാഫ്റ്റ്. ഹാർഡ് കോറിൽ എന്നെ കൊണ്ട് കളിച്ചാൽ ഞാൻ ചത്ത് കഴിഞ്ഞാലേ വേൾഡ് പോകും. ഇച്ചാണ് ചാകാതെ കളിച്ചാലും അറിയില്ല. അപ്പോൾ നമുക്ക് ഹാർഡ് കോറൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു 100 days എങ്കിലും സർവൈവ് ചെയ്യണം. ഹാർഡ് കോറിൽ സർവൈവ് ചെയ്യാനൊക്കെ കഴിക്കും. അപ്പോൾ ഇതിൽ മെയിൻ ഗോൾ ഒരു ബേസും സെറ്റ് ചെയ്യുക, അങ്ങനെ കുറേ ഗോളുകളൊക്കെ ഉണ്ട്. കുറേ പ്രതീക്ഷകൾ ഉണ്ട് എൻ്റെ അടുത്ത്. സോറി ഫോർ ലാഗ്, ചെറിയൊരു ലാഗ് ഉണ്ടാവും ഗൈസ്, ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെയാണ് സ്പോൺ അയക്കണത്. ഈ ഒരു ഭാഗത്തേക്ക് അയക്കാണ്ടാണ് സ്പോൺ അയക്കണത്, ഇവിടെ. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇത് പ്ലെയിൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുക ബേസ്, ഇവിടെ തന്നെ സെറ്റ് ചെയ്താലോ, അതൊക്കെ നല്ലത്. ചത്ത അവിടേക്ക് വരും. പക്ഷേ പ്ലെയിൻസ് സെറ്റ് ചെയ്യണം, പ്ലെയിൻസിൽ സെറ്റ് ചെയ്യണം. ഇവിടെ എടുത്ത് പ്ലെയിൻസൊന്നും ഇല്ല, അത് വേറെ കേസ്. എവിടുന്നെങ്കിലും ഗ്രെയിൻ സ്റ്റോൺ കിട്ടുകയാണെങ്കിൽ സെറ്റായിനി. നമുക്ക് പ്ലെയിൻസിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു മരം മുറിച്ച് തുടങ്ങാം. ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കട്ടെ ആദ്യം. ചെറിയൊരു ലാഗ് ഉണ്ട്. അപ്പുറത്തൊക്കെ എന്താണ് അറിയണ്ടേ. മൊത്തം തന്നെയാണ് ഹാർഡ് മോഡിലാണ് ഞാൻ ഇട്ടിരിക്കണത്. അത് വലിയൊരു സീനാണ്. എനിക്ക് ഹാർഡ് മോഡിൽ എല്ലാം കളിച്ചാലൊന്നും അറിയില്ല. തൽക്കാലം ഇവിടെ തന്നെ സെറ്റ് ചെയ്തതുകൊണ്ട് ഇവിടെ പ്ലെയിൻസ് ഒന്നും കാണാനില്ല കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തെ മരമാണ് മുറിച്ച് തുടങ്ങാം. ഓക്കെ, കിട്ടി. നമുക്ക് എല്ലാ മരമാണ് മുറിച്ചാം. ഒക്കെ മുറിച്ച് കഴിയട്ടെ. ഫസ്റ്റത്തെ എപ്പിസോഡിൽ എന്തായാലും പേരെ സെറ്റ് ചെയ്യാൻ വയ്ക്കുമെന്ന് എനിക്കറിയില്ല. സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കുറച്ച് ലോങ് ആവും. സെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഞാൻ ചെയ്യണില്ല. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കണം. ഇനി ആദ്യം തന്നെ നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഇത് മൊത്തം പോരട്ടെ. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങോട്ട്. ഓക്കെ, ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങോട്ട് പോരട്ടെ. ഇങ്ങനെ 8 സ്റ്റിക്ക് മതി. ഇനി ആദ്യം തന്നെ നമ്മൾ സ്റ്റോൺ ഉണ്ടാക്കും. നമ്മളപ്പുറത്ത് സ്റ്റോൺ കണ്ടില്ലേ, ആക്സിൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ ഒരു ഒരു പിക്കാക്സ് ഉണ്ടാക്കും. അത് എന്തൊക്കെ ഞാൻ പറയണേ. ആദ്യം നമ്മളൊരു വുഡൻ പിക്കാക്സ് ഉണ്ടാക്കും. അതിന് ഒരു വുഡൻ പിക്കാക്സ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അറിയാത്തവർക്കാണ് പറഞ്ഞു തരുന്നത്. തുടങ്ങുമ്പോൾ തന്നെ ഒരു വുഡൻ പിക്കാക്സ് ഉണ്ടാക്കാം ക്രാഫ്റ്റിംഗ് ടേബിളിൽ നിന്ന്. ഓക്കെ, എന്നിട്ട് നമ്മൾ വുഡൻ പിക്കാക്സ് എടുത്ത് കല്ല് മൈൻഡ് ചെയ്തിട്ട് കല്ലുകൊണ്ട് ബേസിക് ടൂൾസ് ഉണ്ടാക്കുക. പിക്കാക്സ്, സ്വാഡ്, ഷവല്. ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? വല്ല ആവശ്യമൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഞാൻ അവിടെ കാണുന്നില്ല. ഫാം ചെയ്യാൻ വേണ്ടി വരും. ആണെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. വലിയ ഉപകാരമൊന്നുമില്ല, അല്ലാതൊന്നും ആവശ്യമില്ല. ഒരു സ്റ്റോൺ മാത്രം മതി തോന്നുന്നു. അയോൺ കൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല. സ്റ്റോൺ തന്നെ മതി. എന്തൊരു ഫാം ചെയ്യാനല്ലേ, അതിന് മാത്രമല്ല ഉപയോഗമുള്ളൂ അതിന്. അപ്പോൾ അതിന് നമുക്ക് സ്റ്റോൺ മാത്രം മതി. സ്റ്റോൺ ഉണ്ടാക്കേണ്ട നിർബന്ധമൊന്നുമില്ല ഗൈസ്. ഒരു വുഡൻ ഉണ്ടാക്കിയാലും മതി. ആയിക്കോട്ടെ, അതൊക്കെ മാത്രം ആയിക്കോട്ടെ. ഞാനത് ഇങ്ങനെ മൈൻഡ് ചെയ്തോണം, ഇങ്ങനെ പോയാൽ പോലെ ആയിട്ടില്ല. ഇവിടെ കോളൊക്കെ ഉണ്ട്. കോളൊക്കെ നമുക്ക് സ്റ്റോൺ പിക്കാക്സ് കൊണ്ട് എടുക്കാം. ഹങ്കർ ബാർ കുറേടെ കണ്ടോ, പെട്ടെന്ന് ചെയ്യണമൊക്കെ. ഇവിടെ ഷീപ്പിനെ കിട്ടിയിട്ട് തീർന്നു ടോക്കളെ. ഒരു മിനിറ്റ്, ഉച്ചയായിപ്പോൾ തന്നെ. നൈറ്റ് ഇപ്പം ആവും. ഇനി ഒരു 10 മിനിറ്റ് ആയിട്ട് ഉണ്ടാവും. മൈൻക്രാഫ്റ്റിലത്തെ ഒരു ഡേ എന്ന് പറയുന്നത് 20 മിനിറ്റാണ്. അപ്പം ഇനി ബാക്കി 10 മിനിറ്റ്. ആ 10 മിനിറ്റോടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അള്ളാഹ്ക്ക് അറിയാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേഗം സെറ്റാക്കാൻ നോക്കട്ടെ. കല്ല് ഇത്ര മതി. ഒരു മിനിറ്റ്. പിക്കാക്സ് ഒരു അറ്റാക്ക് ചെയ്യുന്ന ടൂൾസ് നിങ്ങളെടുത്ത്. എന്താ ഇപ്പോൾ കാട്ടിയാൻ
ഒരു അറ്റാക്ക് ചെയ്യുന്ന ടൂൾസും അടുത്തില്ല എന്നുണ്ടെങ്കിൽ കണ്ടോ പിക്കെക്സിന് ഒരു മിനിറ്റ് പിക്കെക്സിന് നോക്കിക്കോ കണ്ടോ അടിയിൽ കാണിച്ചിട്ട് +2 അറ്റാക്ക് ഡാമേജ് എന്ന് കാണിച്ചിട്ടുണ്ടോ അതുകൊണ്ട് തല്ലി കൊന്നാലും മതി ഡാമേജ് കൂടും. അയ്യോ ഗൈസ് കഴിക്കണില്ല അയ്യോ അമ്മച്ചി. ഓക്കെ നമ്മൾ അങ്ങനെ അവസാനം വന്നു. ഇത് നമുക്ക് കുക്ക് ചെയ്തിട്ട് കഴിച്ചാൽ അവിടെ കോളല്ലേ കിടക്കണേ എവിടെ വേഗം ക്രാഫ്റ്റിൻ്റെ ടേബിളൊക്കെ ഇനി എന്താ ചെയ്യണ്ടേ അപ്പോൾ ആദ്യം നമുക്ക് എന്താ ഒരു പിക്കാക്സ് പിന്നെ ഒരു എക്സ് പിന്നെ ഒരു സ്വാഡ് പിന്നെ ഒരു ഷവൽ ഷവലോടെ ഷവൽ ഉണ്ടാക്കാൻ പറ്റൂല അതെന്ത് പരിപാടി സ്റ്റിക്കാണല്ലേ ഇനി ഒരു ഷവൽ. ഓക്കെ ഇപ്പോൾ സെറ്റായി. എവിടെ എൻ്റെ ക്രാഫ്റ്റിൻ്റെ ടേബിളിലല്ല ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എന്തൊക്കെ പറയണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇനി ഇത് പൊട്ടണത് വരെ നമുക്കിതുകൊണ്ട് വൈൻ ചെയ്യാം എന്നിട്ട് ബാക്കി മറ്റേതൊക്കെ എടുക്കാം അതാക്കാരം നല്ലതെന്ന് തോന്നുന്നു. ഇനി ഇത് പൊട്ടിച്ചെടുക്കട്ടെ. അതിൻ്റെ പിന്നെ നമുക്ക് ഷീപ്പിനെ കണ്ടുപിടിച്ചണം പൈച്ചുണ്ട് ഞാൻ കാര്യം ഫർണസ് ഉണ്ടാക്കട്ടെ കേട്ടോ. ഒരു ഏതൊരു കൂടെ അത്രയും കോളുള്ള സ്ഥിതിക്ക് ഫർണസ് ഉണ്ടാക്കണത് എന്തുകൊണ്ട് നല്ലത്. കോളില്ല ഏതൊരു ഫുഡ് ഇതിൻ്റെ ഉള്ളിലാണ് വെക്കാം ഇവിടെ. ഓക്കെ നമുക്ക് കോള് മൈൻ ചെയ്തെടുക്കണം. എവിടെ ഇവിടെ തന്നെ ഉണ്ടായി അവിടെ കുറച്ച് തോനെ ഉണ്ടായില്ലേ. ഇവിടെ ആകെ കോള് കുറച്ച് തോനെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഏതായാലും നല്ല ഒരു അഡ്വാൻറ്റേജാണ്. ഈ സൈഡ് ഞാൻ നോക്കിയെടുത്താലില്ല അതൊരു റാന്തം സീഡാണ്. ഞാൻ റാന്തം സീഡ് എടുത്തിരിക്കണം. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതിൻ്റെ സീഡ്. ഓക്കെ ഈ കോളൊക്കെ മൈൻ ചെയ്തിട്ട് ഇത് മതി. അപ്പോൾ ഇത് വഹിച്ച് ചാകുക മൊത്തം മൈൻ ചെയ്യാൻ നിന്ന ബാക്കിയോണ്ട് നമുക്ക് ടോർച്ച് ഉണ്ടാക്കണം. അപ്പോൾ ടോർച്ച് ഉണ്ടാക്കട്ടെ. എവിടെ ടോർച്ച് മൊത്തം ടോർച്ച് ഉണ്ടാക്കിയാലോ ഉണ്ടാക്കാം. മൊത്തം ടോർച്ച് ഉണ്ടാക്കി. ഓക്കെ ഇനി നമുക്ക് കുറച്ച് ഇതുകൊണ്ട് കോളിന് മൈൻ ചെയ്യാണ്ടില്ലേ നോക്കട്ടെ കേട്ടോ. പറ്റൂല എന്നാ തോന്നണേ അതുകൊണ്ട് പറ്റും. എന്നാൽ പിന്നെ ഇതുകൊണ്ട് മൈൻ ചെയ്യാം. പക്ഷെ കുറച്ച് വെള്ളയാണ് മൈൻ ചെയ്യണത്. ഗീസ് ഒരു ബെഡ് കിട്ടിയില്ലേ നമ്മൾ തീരും. ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയേക്കാം. എപ്പോഴാണ് ചാകെന്ന് പറയാനിട്ടാ അജാതി കളിയൊക്കെ ഞാൻ കളിച്ച നമ്മൾ ബേസ് സെറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാക്കിയാൽ പോരെ. എന്താ കാട്ടുക ഗൈസ് ആലോചിച്ചാണ്. ഷീപ്പിന് കാണാനില്ല. ഇത് എനിക്ക് പണിയാവും. ഒരു മിനിറ്റ് കേട്ടോ. ചെസ്റ്റിൽ എത്ര പ്ലാങ്ക് അതാ രാത്രിയായി. ഇപ്പോൾ രാത്രി നമ്മൾ തീർന്നു. ഓക്കെ ഒരു ചെസ്റ്റ് ആയി. ഒരു ബാക്കപ്പിന് വേണ്ടി വെക്കാം. ഇവിടെ ഇതിനുള്ള സാധനങ്ങളൊക്കെ വെക്കാം. അതായത് ഇപ്പോഴെ പണി വാളും ഇതൊക്കെ ഇതിനുള്ള കയറിക്കാം. ഒരു ഗ്രേ വോള് നമ്മുടെ അടുത്ത് ഉണ്ട് ഇപ്പോൾ. 3 ഇതുണ്ട്. നമുക്ക് 2 ഗ്രേ വോള് അല്ലെങ്കിൽ 2 ഏതെങ്കിലും ഉള്ളിട്ടാൽ മതി. കളർ മാറ്റിയാൽ പോരെ. ടോർച്ച് ഇതിൻ്റെ ഉള്ളിൽ വെക്കണം. ഒരു മിനിറ്റ് ടോർച്ച് വെക്കണം. ഒരു ടോർച്ച് ഇവിടെ നിന്നോട്ടെ. ഇവിടെയൊക്കെ ഒന്ന് ലൈറ്റ് ചെയ്യാൻ പറ്റുമോ. ഏതായാലും കുറച്ച് ടോർച്ച് തോനുണ്ട്. തോനൊന്നുമില്ല. ഗെയ്സ് നോ എല്ലാ ടോർച്ച് ഇവിടെ വാ. ഇത് പറ്റൂല. ഞാൻ നെക്കി പിടിച്ചു പോയി. എന്ത് ചെയ്യാനാ നോ ഗെയ്സ് രാത്രിയായി. ഇത് പണിയാവും. എൻ്റെ അമ്മച്ചിയെ എവിടെ എൻ്റെ ഫുഡും ഇല്ലേ എൻ്റെ പാപ്പേ പണിയാവില്ല. ഒരൊറ്റ മിനിറ്റ് അതാരാ ഷീപ്പ് ഇതാ ഷീപ്പ്. ഓക്കെ ഷീപ്പിന് ഒന്നിനെ കിട്ടി. ഇനി ഒന്നും കൂടി വേണം അമ്മച്ചി. ഞാൻ ആദ്യത്തെ എപ്പിസോഡ് തന്നെ ഒരു ഫസ്റ്റ് ഇത് ആവുന്ന തോന്നണേ. മിക്കവാറും ആദ്യത്തെ എപ്പിസോഡ് ഞാൻ പടാവാൻ ചാൻസ് ഉണ്ട്. എന്താ കാട്ടുക ഫസ്റ്റത്തെ എപ്പിസോഡ് ഞാൻ ചാകോരി ഇട്ടിട്ട് ഗൈസ്. ഓക്കെ ഗൈസ് ഇപ്പോൾ രാത്രിയാവും. അതടുത്ത ഷീപ്പ്. യെസ് ഗൈസ് ഒരു മിനിറ്റ് മതി. ചാക് ഫാസ്റ്റ് വേഗം. ഇതിൻ്റെ ഉള്ളല്ലേ എന്തൊക്കെ ചെയ്യാണ്ട്. ഒരു സാധനം എടുക്കാൻ പറഞ്ഞു. അല്ലാ പണിയായി. സ്പോണായോ തീർന്ന്.
അത് വുഡ് കൊടുത്തില്ലേ ഇജാതി ഒരു മണ്ട. ഞാനെന്താ കാണിച്ചത് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. സ്പോണ് ഞാനോ നോ ചത്തു എൻ്റെ പൊന്നെ ഹെൽത്തൊക്കെ പൗതി കഴിഞ്ഞു. വേഗം ചെയ്യണം. അതാ സോംബി ആയിരുന്നു. പറ്റൂല. ഞാനൊരു ബെഡ് ഉണ്ടാക്കി കിടന്നുറങ്ങട്ടെ. അയ്യോ എന്നോട് ക്ഷമിക്കണേ, ഞാനൊന്നും ചെയ്തിട്ടില്ല നിങ്ങളെ. വേഗം അയ്യോ സോംബി. ഓക്കെ റെസ്പോൺസ് സെറ്റ് ചെയ്തു ഒക്കെ സെറ്റ്. ഓക്കെ ഇപ്പോൾ ഒക്കെ സെറ്റ്. ഓക്കെ ഇതുകൊണ്ട് ഫ്രൈ ചെയ്യാൻ പറ്റുമോ? വെക്കാൻ പറ്റൂല. പിന്നെ എന്തിനത് ഇതുകൊണ്ടോ? ഒലക്ക. ഇപ്പോൾ കോള് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കഴിച്ചോട്ടെ. ആവശ്യമില്ലാത്ത സാധനങ്ങൾ. ആവശ്യമുണ്ട്. കോൾ എടുക്കട്ടെ. ഓക്കെ ഇതിവിടെ വെച്ചോ. അതവിടെ ഒന്ന് വേവട്ടെ. ചണി പഴിച്ചിട്ടും നിൽക്കാൻ വെച്ചാൽ ഞാൻ ഇവിടെ ആകെ കോളാക്കിയല്ലോ ഗൈസ്. എന്താ ബേസ് പിന്നെ നമ്മൾ പുതിയത് വേറെ ഇവിടെ സെറ്റ് ചെയ്യും. ഇപ്പം ഇവിടെ നിന്നോട്ടെ. ബേസ് നിന്ന് ഷീപ്പ് അതെ ഇപ്പം കണ്ടോ പടേനെ ഷീപ്പ് സ്പോണാണ്. നമുക്ക് ബെഡ് ഉണ്ടാക്കണമെങ്കിലോ നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഒന്നും സ്പോണാവില്ല. അതാണ് സ്കെൽട്ടൻ. ഫസ്റ്റത്തെ എപ്പിസോഡിൽ പോയി ചാക്കണം. കയറിയാലും എറിച്ചല്ലേ എന്നെ അടിച്ചല്ലേ, ഞാൻ പാവാണേ. ചാക്കണോ? ഒരു ഡ്രോണും ഉണ്ട്. സമാധാനം. ഞാൻ ഈ വൈക്കന്നെ വന്നിട്ടില്ല. അവിടെ എന്തോ സംഭവം ഞാനൊന്നും കണ്ടില്ലേ. ഞാൻ ആ വൈക്കന്നെ വന്നു. എല്ലാവരും ഇങ്ങോട്ട് കയറിയില്ലല്ലെങ്കിൽ രാവിലെ അല്ലേ. അതുകൊണ്ട് ഞാൻ അടച്ചല്ല. ഫുഡ് കിട്ടി ഗൈസ്. ഇങ്ങനൊരു കുഴപ്പമില്ല നമുക്ക്. അടുത്ത ഷീപ്പ് അതാ. ഇതെന്താണ് നമുക്കൊരു ആവശ്യമുള്ള സമയത്ത് ഒരു ഷീപ്പ് സ്പോൺ ആവില്ല. അല്ലാത്ത സമയത്ത് ഷീപ്പ് തന്നെ സ്പോൺ ആവുള്ളൂ. എന്താ ഇപ്പോൾ ഒരു ബെഡ് കയ്യിൽ കരുതണത് നല്ലതാണ്. ഒരു 3 ഷീപ്പിനെ കൊണ്ട് തട്ടേണ്ടതുകൊണ്ട് ആ ഷീപ്പിനെ തട്ടണം. ഞാൻ ആദ്യം ഈ പിക്കാക്സ് പൊട്ടിച്ചാലോ കാര്യം നോക്കട്ടെ. കയ്യിൽ നിന്നിട്ടൊരു ബോർ. വെറുതെ എന്തിനാ കോള് കളിനെ കിട്ടിയോ? ഇവിടെ ഒരു പീസും ചാടിയില്ലല്ലോ. ഇതിന് കത്തിച്ചാൽ പോരെ. ഇത് ബാക്കിയൊക്കെ തീക്കട്ടെ. അപ്പോൾ ഇതിനത് റെഡി ആയി. പിക്കക്സ് അവിടെ തന്നെ നോട്ടെ. ഇതവിടെ നിർത്തി കല്ല് കിട്ടിയത്. ഓക്കെ ഞങ്ങൾക്ക് ആ ഷീപ്പിനെ കൊല്ലാം. സോറി ഷീപ്പ്. ധാരാ അമ്മച്ചി ധൈര്യം ഇവിടെ വാടാ. ധൈര്യമില്ല. എനിക്ക് തീരെ ധൈര്യമില്ല. അത്രയും ധൈര്യമുണ്ട്. ഇവിടെ വാടാ. സോന നമുക്ക് വെല്ലം തട്ടാൻ നോക്കാം. ഡിസ്പോണായി എത്ര ഇപ്പം അപ്പോഴുണ്ട് ഗൈസ്. തീർന്നു. കത്തി ചത്തു. ഞാൻ ചത്തു. ഇല്ല ഞാൻ ചത്തു. എന്തൊക്കെ കിട്ടി? ബോട്ട് ബോണ വേണ്ടേ? ബോണ് കിട്ടി ഗൈസ്. ബോയ്ക്ക് പകരം ബോൺ കിട്ടി. അടുത്ത ഷീപ്പ്. ഇതിന് നമുക്ക് മേലെ ഷീപ്പ് ഉണ്ടല്ലോ, അതാണത്. സോറി ഷീപ്പ്, ഐ വാണ്ട് വൂൾ. 2 വട്ടം ഷീപ്പ് പാടാം. നമ്മളൊരു സീൻ തന്നെ, എന്ത് ചെയ്യാൻ. ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബെഡ് കൂടി ഉണ്ടാക്കി കയ്യിൽ കരുതാം. അപ്പോൾ ഇനി നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ രാത്രിയായാൽ പണി വാളും. ഇച്ച് വരാൻ വയ്യൊന്നും അറിയില്ല ഗൈസ്. അതാണ് ആകെയുള്ളൊരു പ്രശ്നം. കോർഡിനേറ്റ്സ് നോക്കിയേക്കട്ടെ, അല്ലെങ്കിൽ ആകെ പണി വാളും. ഈ ഏരൊക്കെ ഇതിൽ വെക്കട്ടെ. ബോണ് ഇവിടെ വെക്കട്ടെ. ബോണ് കയ്യിൽ വെക്കണം. പട്ടിനെ കാണുമ്പോൾ എന്തിനും ഇവിടെ ഫർണസിലെല്ലാം വെക്കണ്ടേ. അതിപ്പോൾ കത്തി തീരും. ഒറ്റ കുളം ഇവിടെ. മതി. മോനെ ബെസ്റ്റ്. നല്ല ടേസ്റ്റ് കുക്കഡ് മട്ടൻ. ഏറ്റവും ഇഷ്ടം കുക്കഡ് ബീഫാണ്.
നിങ്ങൾക്ക് ഏത് തിന്നാനും ഇഷ്ടം? കുക്ക്ഡ് ബീഫല്ല, സ്റ്റാർട്ടിങ്ങിൽ കുക്ക്ഡ് ബീഫാണ് എനിക്കിഷ്ടം. തിന്നാൻ നല്ലത്, പക്ഷെ തിന്നാൻ ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്, ഗോൾഡൻ ക്യാരറ്റാണ് ഏറ്റവും ബെസ്റ്റ് ഫുഡ്. ഓക്കെ, ഇതൊക്കെ സെറ്റായി. ഇനി എന്താ ഇപ്പോൾ പണി? ഇനി പെര സെറ്റ് ചെയ്യണ്ട ഇപ്പോൾ, നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഒരു മിനിറ്റ്, ഞാനൊന്ന് കോർഡിനേറ്റ്സ് കോപ്പി ചെയ്യട്ടെ. ഓക്കെ, കോർഡിനേറ്റ്സ് കോപ്പി ചെയ്യട്ടെ. ഓക്കെ, കോർഡിനേറ്റ്സ് കോപ്പി ചെയ്തു. ബെഡില്ലേ കയ്യിൽ, ഈ ബെഡ് പൊട്ടിച്ചോണ്ടാണെങ്കിൽ ഇപ്പോൾ എന്ത് വിധി ഇത്. ആ ബെഡാണ് പൊട്ടിച്ചോണ്ടാവാം. ഞാൻ കോർഡിനേറ്റ്സ് കോപ്പി ചെയ്തിട്ട് പിന്നെ ഇപ്പം എന്തിനാ ഈ ബെഡ് പൊട്ടി? ചത്താലും സാധനങ്ങളൊക്കെ അവിടെ പോയില്ലേ. ചത്ത കോർഡിനേറ്റ്സ് അങ്ങനെ നോക്കിയില്ലേ മോനെ, പണി പാലും വെള്ളത്തിൽ കിട്ടും. ഇത് കൊണ്ടുപോയി ചെസ്റ്റിലാക്കാം, ആവശ്യം വരും. ചെസ്റ്റിലൊക്കെ ഉണ്ട്, അത് ഇവിടെ തന്നെ നട്ടാൽ പോരെ. ഒന്ന് ചെസ്റ്റിലാക്കാം, ഒന്ന് അവിടെ തന്നെ നോട്ടെ. നമ്മളെ കയ്യിൽ നിന്ന് ഇതെങ്ങാനും പോയി കഴിഞ്ഞാൽ പണി പാളി. ഇപ്പം എങ്ങനെ ഇരിക്കണേ? അപ്പോൾ ഒന്ന് മാത്രം ചെസ്റ്റിലാക്കാം. ചെറിയൊരു ലാഗ് ഉണ്ട് ഗൈസ്, ചെറിയൊരു ലാഗ്. FPS ഓടണ്ടോ മേലെ? 29, 29, 22. എൻ്റെ പൊന്നെ, ഇപ്പം തീർന്നേ. ഓക്കെ, ആരെങ്കിലും വരുന്നുണ്ടോ? ട്രാഡൻ്റ് ഇല്ലാതെ കണ്ടതിന് തീർന്നു. അവിടെ കോപ്പറുണ്ട്. എന്നൊരു കാര്യം കാട്ടാ, കോപ്പർ നമ്മളവിടെ ഉണ്ടായില്ലേ. അപ്പോൾ പുതിയ അപ്ഡേറ്റിൽ കോപ്പർ ആർമറൊക്കെ നിന്ന് അപ്ഡേറ്റ് ഇറങ്ങിയിട്ട് കുറേ ദിവസമൊക്കെ ആയി. 2-3 മാസമായി തോന്നുന്നു. 2-3 മാസമല്ല, 4-5 മാസമായി. കോപ്പർ അപ്ഡേറ്റ് ചെയ്ത് നല്ല ഇഷ്ടപ്പെട്ടു. കോപ്പർ ഗോളൊക്കെ ഉണ്ട്. എൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് വെർഷനാണ് ഞാൻ കളിച്ചത്. ഇനി നമുക്ക് കോപ്പർ ആർമർ സെറ്റാക്കാം. ഓക്കെ, ഫുൾ കോപ്പർ ആർമർ സെറ്റാക്കാമല്ലോ വക കഴിക്കണേ. 25 കോപ്പർ. ഇതല്ലേ പെരി കൊണ്ടുപോയി വെച്ച് വന്നാലോ, റിസ്ക് എടുക്കണോ? 25 കോപ്പർ വലിയ റയറൊന്നുമല്ല, അത് വേറെ കേസ്. കണ്ടോ, പട കോപ്പർ ഇട്ടു. ഓക്കെ, കോപ്പറൊക്കെ കിട്ടി നമുക്ക്. അങ്ങനെ ഇത് അവിടെയും കോപ്പർ മൊത്തം കണ്ടുകഴിഞ്ഞ് എടുക്കാം. കോപ്പർ നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും. ആർമർ ഉണ്ടാക്കണം, ഫുൾ കോപ്പർ ടൂൾസ് ആക്കണം, ഫുൾ കോപ്പർ ആർമർ ആക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോന് ഗോളായി. ഫുൾ കോപ്പർ ആർമർ ആക്കിയില്ലെങ്കിൽ ഇതിൻ്റെ പേര് മാറ്റും, എൻ്റെ ചാനലിൻ്റെ. ഇന്ന് തന്നെ ഞാൻ ഫുൾ കോപ്പർ ആർമർ ആക്കും. പോടെ വേഗം കോളും കുറച്ച് ആവശ്യം വരും. മൊത്തം എടുത്തോ. ഒരു 4 കോളേറ്റ വരിയിലുണ്ട്, അതുകൊണ്ട് എന്ത് ഇരിക്കാനാണാവോ ഞാൻ ഇരിക്ക്. ഒക്കെ ഉണ്ട് പോരെ. ഞാൻ വെറുതെ മൈൻഡ് ചെയ്തത് അവിടെ. അപ്പോൾ ഇതിനവിടെ കോപ്പർ, ഇതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ഇനി നമുക്ക് ഇവിടെ ബാക്കിയുള്ളത് ഇത് മൈൻഡ് ചെയ്യുമ്പോൾ നാളെ രാവിലെ ആവുമോ അറിയില്ല. കോളെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടാവും ഒരു ഭാഗത്ത് തന്നെ. അതാണ് ഈ കോളിൻ്റെ പവർ. കഴിഞ്ഞ എത്ര എളുപ്പം ഞാൻ പറഞ്ഞ് കൊടുത്തിട്ടുള്ളൂ. അപ്പോഴത്തേന് പറഞ്ഞു മനുഷ്യനെ പറ്റിച്ചാനായിട്ട്. അല്ലെങ്കിൽ കോള് പടാന്നുണ്ടാണ്. അപ്പോൾ നമുക്ക് കോൾ മൈൻഡ് ചെയ്ത് അതവിടെ എങ്ങനെ കോളിൻ്റെ ആവശ്യമില്ല. ഒറ്റൊരു കോൾ മൈൻഡ് ചെയ്ത് ബാക്കി ഇവിടെ തന്നെ വെക്കട്ടെ. നമ്മളെ പേരൻ്റെ അടുത്ത് തന്നെ. പേരല്ല, ബേസും അല്ല, ബേസും സെറ്റ് ചെയ്തിട്ടില്ല. ബേസൊക്കെ സെറ്റ് ചെയ്യണം. ഒരു ബോട്ട് ഉണ്ടാക്കി പോന്നാൽ മതി. വെള്ളത്തിൽ കൂടെ പോകണം, അതാണ് അതൊരു പ്രശ്നം. ആരെങ്കിലും വരുന്നുണ്ടോ? എന്തൊക്കെ കയറി അമ്മച്ചി ഇതെന്തത്? പ്രോ ലെവൽ ഗെയിമിങ്. അമ്മച്ചി പണി പാടി.
പ്രോ ലെവൽ ഗെയിമിങ് ആട്ടാരും കളിയാക്കല്ലേ. പ്രോ ലെവൽ ഗെയിമിങ് വേഗം ആവൂട്. ഇന്ന് തന്നെ ഫുൾ കോപ്പർ ആർമറും കോപ്പർ ടൂൾസ് എത്തിച്ചിട്ട് ഭയങ്കര ലാഗല്ലേ. ഒടുക്കത്തെ ലാഗ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ലാഗ്. അതാ രാത്രി ആകുമ്പോൾ അവിടെ ഞാൻ പിഗിനെ കണ്ടു. ഓ ഇത് കുഞ്ഞി പിഗാണ് ഗൈസ്. ഓ എന്തൊരു ക്യൂട്ടില്ലേ. എൻ്റെ തലയൊക്കെ ഗൈസ്, അതിൻ്റെ തലയൊക്കെ അതിന് കാലിൻ്റെ വലുപ്പം നോക്കാം ഗൈസ്. ഇതെന്താ കസാലേ ഗൈസ്. അതിൻ്റെ കാലിൻ്റെ വലുപ്പമാണ് ഏറ്റവും വലിയ കൂടി. അതിൻ്റെ കാട്ടിൽ ഭയങ്കര ചെറുതാണ്. ഇങ്ങനെ ആ കാലിന് വെള്ളം പിടിച്ച് നിൽക്കണാവും. അറിയില്ല, ആർക്കറിയാം എങ്ങനെയാവും നിൽക്കണം. ഈ കുജ്ജ് നടക്കണല്ലോ, പ്രശ്നമാണല്ലോ. ചിലപ്പോൾ ഉറങ്ങാനും ആയോ. എന്താ കാട്ടണ്ടു ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 2 ഫർണസ് ഉണ്ടാക്കേണ്ടി വരും മിക്കവാറും. ഞാൻ വൈകാണ്ടേ ഒരു സ്മോക്കറിൻ്റെ ആവശ്യമായിട്ടുണ്ടോ. 2 ഫർണസ് ഉണ്ടാക്കിയാലോ. ഞാൻ ഫുൾ ടോൾസ് ആക്കട്ടെ. നമ്മൾ സ്റ്റോൺ ടോൾസിൻ്റെ പണി തീരുമ്പോൾ കോപ്പർ ടോൾസ്ക്ക് എടുക്കാം. കോപ്പർ ടോൾസ് എടുക്കാം. ഇതിലത്തെ വുഡൊന്നും ഇല്ലേ. ഞാൻ പിന്നെ എന്താ അലക്കൊക്കെ അവിടെ നിൽക്കണേ. വുഡല്ലേ കിടക്കണേ. എന്നാ പിടിച്ചോ. ഈ 3 മരം നമ്മൾ വെട്ടും. ഞാൻ കാണിച്ചു തരാം. ഈ മരവും ആ മരവും ഒക്കെ മരം. അവിടെ 4 മരം ഉണ്ടല്ലേ. ഈ 4 മരം നമ്മൾ വെട്ടുന്നു. ഇത് മൊത്തം വെട്ടിയിട്ട് നമ്മൾ പോകുള്ളൂ. ആരാ ഒരു സ്പേഡിൻ്റെ ഒച്ചയിൽ ഞാൻ കേട്ടെ. ഇവിടെ ഉണ്ട് ഷുഗർ കെയിൻ. ഇത് പൊട്ടിച്ച് അപ്പുറത്ത് കൊണ്ടുപോയി വെച്ചാലോ. നേരത്തെ ഞാൻ സ്പൈഡറിൻ്റെ ഒച്ച കേട്ടു. നിങ്ങൾ കേട്ടോ? ഇവിടെ സ്പൈഡറൊന്നും കാണാമല്ലോ. ഇതിവിടെ 2 അയ്യവാ കുഷാർ ഒറ്റടി. നോ എവിടെ. പിന്നെ ഞാൻ കേട്ടു എക്സ്പീരിയൻസ് ഗ്രൈനഡ്. ഇതെവിടുന്ന അതിൻ്റെ സൗണ്ട് കണ്ടോ? എന്തൊരു സൗണ്ട് ഞാൻ കേട്ടല്ലോ. സ്പൈഡറിൻ്റെ സൗണ്ടാണ് കേൾക്കണത്. പക്ഷെ അതിനോട് കാണാനുമില്ല. ഇത് മതി. സ്ട്രിങ്. അതാ സ്ട്രിങ്. സ്റ്റിക്ക് കൂടി എടുത്തിട്ട് വാടാ. ധൈര്യമുണ്ടെങ്കിൽ വാടാ. ഇന്ന് രാവിലെ സ്പൈഡർ രാവിലെ അറ്റാക്ക് ആയില്ല ഗൈസ്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഈ മണ്ടന്. അസ്സലാമലൈക്കും. എത്ര മോനെ 2 സ്ട്രിങ്. ഫിഷിംഗ് റോഡ് ഉണ്ടാക്കിയാലോ. ഉണ്ടാക്കാം. എന്തേലും നല്ല സാധനങ്ങൾ ഫിഷിംഗ് റോഡിൽ നിന്ന് കിട്ടിയാലോ. ഇനിയിപ്പോൾ എങ്ങനെ മേലെ കയറുക. ഇവിടെ അല്ലേ പ്രോ ലെവൽ ഗെയിമിങ് കാണിച്ചു തരട്ടാ. പ്രോ ലെവൽ ഗെയിമിങ് കണ്ടോ. ഞാൻ പണ്ടേ പ്രോ പ്ലെയർ. അതാണ് ഞാൻ സീൻ തന്നെ. നിങ്ങൾക്ക് ഇതിനുള്ളിൽ കിട്ടുന്നതുകൊണ്ടല്ലേ ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകണം. സ്റ്റിക്ക് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ സെറ്റ്. പൊന്നെ ഇപ്പോൾ തീർന്നേ. നമ്മൾ കോപ്പർ ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. ആർമർ സെറ്റാക്കാൻ എന്തെങ്കിലും അയക്കണോ? ബെസ്റ്റ്. ആർമർ സെറ്റാക്കുക ഗൈസ് ആദ്യം. ഫുൾ കോപ്പർ ആർമർ എങ്ങനെ ഉണ്ടാവും? ഓക്കേ ഇതല്ല ഇത്. സെറ്റ്. അതിൽ മൊത്തം കൈക്കെടുത്ത് വെക്കട്ടെ.
ഗൈസ് എവിടെ എൻ്റെ ബൂട്ട്? നോ ബൂട്ട്. ഓക്കെ സൂപ്പർ സൂപ്പർ ഡൂപ്പർ. എന്താ ചെയ്യാനിത്? ഇനി സ്റ്റിക്ക് ഉണ്ടാക്കണം കുറച്ച്. എവിടെ സ്റ്റിക്ക്? ആദ്യം പ്ലാങ്ക് ഉണ്ടാക്കണം. കുറച്ച് വുഡ് അവിടെ തന്നെ ഉണ്ട്. 22 ഉണ്ട്. ഒരു 11 വുഡ് പ്ലാങ്ക് ഉണ്ടാക്കാൻ മതി. 44 വുഡ് പ്ലാങ്ക് കഴിയാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് മതി. ബാക്കിയൊക്കെ അതിനോട് തന്നെ തിരിക്കില്ല. അല്ല കോള് കഴിയാനായോ? ഇല്ല, കോള് ഇത്രയുണ്ട്. എന്നിട്ട് ഇപ്പോൾ കോള് കഴിയാനാവില്ല. പിന്നെ സ്പിയർ ഉണ്ടാക്കേണ്ട ആവശ്യം നമുക്കില്ല. സ്പിയർ ഉപയോഗിച്ചാലിപ്പോൾ എരേറ്ററൊന്നുമില്ല, കുതിരയില്ല, ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ എന്തിനാ സ്പിയർ? നമ്മൾ മെയിൻ സാധനം പിക്കാക്സ്. പിക്കാക്സ് ഇത് ആദ്യം ഉണ്ടാക്കേണ്ടിയത്. കുഴപ്പമില്ല. ഓക്കെ, എല്ലാ ബേസിക് ടൂൾസുമായി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒന്നും ഉണ്ടാക്കണ്ട. ഒക്കെ ഇതിൻ്റെ ഉള്ളിലാക്കട്ടെ. ഇവിടെ 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 ഫുഡ് കുക്ക് ചെയ്യാൻ ഇതെന്നാ കഴിയുന്നില്ലേ? ചേടാ, അത് വലിയ അലമ്പാണല്ലോ. ഇത് 4 വുഡ് എടുക്കട്ടെ. സ്മോക്കർ ഉണ്ടാക്കണോ? അത് സാധനം എന്താണ് സ്മോക്കർ ഉണ്ടാക്കാം? എത്രയാണ് വേണ്ടത്? പറഞ്ഞതിന് 8. ബെസ്റ്റ്. 8 കറക്റ്റ് കിട്ടി. നമുക്കൊരു ഫർണസ് ഉണ്ടാക്കാം. ഇതുകൂടെ വെക്കാം. എന്തിനാ അപ്പം ഉണ്ടാക്കാൻ എഴുതിയത്? ഇത് സ്മോക്കർ എവിടെ വെക്കണം? ഇവിടെ തന്നെ വെക്കാം. കോളി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കടം വാങ്ങാം. ഒരു പകുതി ഇങ്ങോട്ട് പോരട്ടെ. 7 മതി. 8 ഇരുന്നോട്ടെ. അതിന് മാത്രം ഫുഡൊന്നും ഇപ്പോൾ കുക്ക് ചെയ്യണില്ലല്ലോ. ഓക്കെ, അതോടെ ഇന്ന് കുക്ക് ആയിക്കോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ, സീ യു.